യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സൗന്ദര്യലഹരിയുടെ 22ാമത്തെ ശ്ലോകമാണ് ഇവിടെ ഞാൻ ചൊല്ലുന്നത്. ഓം ഓം ഗുരുഭ്യോ നമഃ. ഓം ശങ്കരാചാര്യ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്തേ സർവമംഗള യദായികേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ശ്ലോകമാണ്. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാ ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്യവിദയാ തദൈവ ത്വം തസ്മൈ ദിശതി നിജസായൂജ്യപദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാഞ്ജിതപദാം. ഭവാന്റെ പത്നി ഭവാനി. അമ്മ ഭവാനി, ഞാൻ അമ്മയുടെ ദാസിയാണ്. അനുഗ്രഹിച്ചാലും അമ്മ ആരാണോ ഈ വിധത്തിൽ അമ്മയെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ അമ്മ പെട്ടെന്ന് അവർക്ക് സായുജ്യം കൊടുക്കുന്നു, അമ്മയായിത്തീരുന്നു. ഇങ്ങനെയുള്ള അമ്മ വിഷ്ണു, ഇന്ദ്രൻ, ദേവന്മാർ മുതലായ കിരീടത്തോടുകൂടി അമ്മയുടെ പാദങ്ങൾ നമസ്കരിക്കുന്നു. ഭക്തനും അമ്മയും ഒന്നായി തീരാനുള്ള ഒരു ശ്ലോകമാണ് ഇത്. അമ്മയെ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, നമ്മുടെ മനസ്സിൽ തന്നെ അമ്മയെ പ്രതിഷ്ഠിച്ച് എപ്പോഴും എല്ലാം അമ്മയിൽ സമർപ്പിച്ച് അമ്മയെ ആരാധിച്ച് കഴിഞ്ഞുകൂടിയാൽ നമുക്ക് നമ്മുടെ ജീവിതകാലം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനൊക്കും. ഇത് നല്ലൊരു ശ്ലോകമാണ്. ഭവാനി എന്നുള്ള ശബ്ദം കേട്ടാൽ തന്നെ, അങ്ങനെ വിളിച്ചാൽ തന്നെ അമ്മ ഏറ്റവും പ്രസാദിക്കുന്നതാണ്. ഈ വിധത്തിൽ അമ്മയെ നമ്മൾ വിളിച്ചാൽ അമ്മയുടെ പാദത്തിൽ ബ്രഹ്മാവിഷ്ണു വിഷ്ണു ദേവന്മാർ പോലും കിരീടങ്ങളണിഞ്ഞ് നമസ്കരിക്കുകയാണ്. കൂട്ടത്തിൽ നമുക്കും അമ്മയെ നമസ്കരിച്ചാൽ അമ്മയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്കും എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. നമസ്തേ.